കഴിഞ്ഞ ദിവസമായിരുന്നു എമ്പുരാൻ സിനിമയുടെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് എന്ന് പറയാം. അതിലൊന്ന് തന്നെയാണ് എമ്പുരാനിലൂടെ അലങ്കൃത ഒരു ചുവടുവയ്പ് നടത്തിയത്. അലങ്കൃത എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ മകളാണ്. നമ്മുടെ അലങ്കൃതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം അറിയാൻ ഇഷ്ടമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ അധികം കാണാത്തൊരു താരപുത്രിയാണ് അലങ്കൃത. താൻ ഒരു സ്റ്റാർ കിഡാണ് എന്ന് മനസ്സിലാക്കാതെയാണ് പൃഥ്വിരാജ് മകളെ വളർത്തുന്നതെന്ന് പല മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മകളെ കൊണ്ടുവരാത്തതെന്ന് പറയുന്നു. അവൾക്ക് വേണമെങ്കിൽ അവളുടെ ചിത്രങ്ങൾ അവൾ സ്വന്തമായി വന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കൊള്ളട്ടെ, അല്ലാതെ ഞങ്ങളായി പോസ്റ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു പിറന്നാൾ ചിത്രം പങ്കുവെക്കും, അല്ലാതെ ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഇടയിലെ വിശേഷങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ പങ്കുവെക്കില്ല എന്ന് സുപ്രിയയും പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മകൾ അലങ്കൃത പാടിക്കഴിഞ്ഞതിന് ശേഷം ദീപകിനോട് റെമുനറേഷൻ ചോദിച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദീപക് ദേവ് ആണ് എമ്പുരാൻ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായി നിന്നത്. ദീപക് ദേവിൻ്റെ സംഗീതത്തിനാണ് അലങ്കൃത പാടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു നിന്ന അലങ്കൃതയെക്കുറിച്ചാണ് ദീപക് ദേവ് പറയുന്നത്. പൈസ വേണോ എന്ന് ചോദിച്ചു. അതെ, പൈസ വേണമെന്ന് പറഞ്ഞു. നിന്റെ അച്ഛന് പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പൈസ വേണമെന്നായിരുന്നു അലങ്കൃതയുടെ മട്ട്. അവസാനം 2 പെൺകുട്ടികളുള്ള അച്ഛനല്ലേ ഞാൻ. എൻ്റെ മനസ്സും ഒന്ന് അരിഞ്ഞു. അവളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ പൃഥ്വിരാജിൻ്റെ മകൾ പുസ്തകം വായിക്കുന്ന ഒരു നല്ല കുട്ടിയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ദീപക് ദേവ് അവൾക്കിഷ്ടപ്പെട്ട ഹാരി പോട്ടറിൻ്റെ ബുക്കും കുറച്ചധികം ഫ്ലവറുകളും കൊണ്ടെത്തിച്ചു. തീരുന്നത് വരെ കണ്ണു തുറക്കരുത്, മുന്നോട്ട് നോക്കി പാടണം. പാടിക്കഴിഞ്ഞ് ഞങ്ങൾ പറയുമ്പോൾ തിരികിലേക്ക് നോക്കണം, അപ്പോൾ നിന്റെ സമ്മാനം അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അലങ്കൃത അത് സമ്മതിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അലങ്കൃത അത് പാടുകയും ചെയ്തു. അതിന് സമ്മാനമായി അലങ്കൃതയ്ക്ക് ഇഷ്ടമുള്ള ഹാരി പോട്ടറിൻ്റെ ബുക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചു എന്നാണ് ദീപക് പറയുന്നത്. ഈ ചെറുതിലെ പൈസയൊക്കെ ചോദിക്കണമെങ്കിൽ തന്നെ വലിയൊരു കുട്ടിയെ പോലെ ആയിരിക്കണം അലങ്കൃത പെരുമാറുന്നത്. പൃഥ്വിരാജിൻ്റെ മകളല്ലേ, ഇപ്പോഴേ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അലങ്കൃത ഇതിനെ ചോദിച്ചതിന് പലരും മോശം രീതിയിൽ വരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ കുസൃതിയായി ഞങ്ങൾക്കത് തോന്നുന്നില്ല. ആ കുട്ടിക്ക് ഇപ്പോഴേ പൈസയെക്കുറിച്ചാണോ ചിന്ത? അതിനെങ്ങനെ പാട്ടുപാടിയാൽ പൈസ കിട്ടുമെന്നൊക്കെ അറിയാം. ഇത്രയും അറിയുന്ന പ്രായമായോ? എന്നിട്ടാണോ സ്റ്റാർ കിഡായിട്ട് ഞങ്ങൾ വളർത്തുന്നില്ല എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ ശരിയല്ല. ദീപക്കിനോടൊക്കെ തന്നെയും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മോശമായി മാറും. ഇത്തരത്തിൽ പല കമൻറ്റുകൾ വരുന്നുണ്ട്. എന്നാൽ ദീപക്കിനോട് പൈസ ചോദിച്ചത് വളരെയധികം ക്ഷമതയോടെയാണെന്നും വളരെ കുസൃതി നിറഞ്ഞ ചോദ്യവുമായിരുന്നു പ്രേക്ഷകർ പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും അലങ്കൃതയുടെ കുസൃതി തന്നെയാണ്. അലങ്കൃതയുടെ അധികം കുസൃതി വീഡിയോകളൊന്നും സോഷ്യൽ മീഡിയയിൽ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പങ്കുവച്ചിട്ടില്ല. ഇടയ്ക്ക് മല്ലിക സുകുമാരൻ പങ്കുവയ്ക്കുന്ന വാർത്തകൾ മാത്രമാണ് എത്താറുള്ളത്. പൃഥ്വിരാജ്, സുപ്രിയോ പോലും അലങ്കൃതയെക്കുറിച്ച് അങ്ങനെ വാർത്തകൾ പങ്കുവയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കുസൃതി വീഡിയോകൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചിലർക്ക് സന്തോഷമാണ് തോന്നുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.